ഞാൻ പിടിച്ചു കൊണ്ടു തരണ്ടേ? വിചാരം നിന്റെ മുത്തച്ഛൻ കേമനായിരുന്നടി കാഴ്ച പൊക്കുന്നത് വരെ. നികുതിയുടെ കുടിശ്ശിക ഇനിയും അടച്ചിട്ടില്ല. കുടിശ്ശികയോ? ഞങ്ങൾ എന്നും കൃത്യമായി തന്നെ നികുതി തരാറുള്ളതാണല്ലോ. ഈ പ്രാവശ്യം തന്നിരുന്നു. തന്നിരുന്നു, പക്ഷേ കൃത്യമായി അതെന്ന് മാത്രം. അടയ്ക്കേണ്ട സമയത്തിന് അരം നാഴിക നേരെ കഴിഞ്ഞാണ് നിങ്ങൾ നികുതി അടച്ചത്. പറഞ്ഞിരുന്ന സമയത്തിന് മുൻപ് അടച്ചാലേ കൃത്യമായി അടച്ചു എന്ന് പറയാറുപ്പോ. അത് പിന്നെ അന്ന് പണി കൂടുതലുണ്ടായിരുന്നു. സമയത്തിന് കല്യാണം അത് ഇനിയും നടക്കും. പക്ഷെ നികുതി അത് കൃത്യമായി തന്നെ അടയ്ക്കണം. പിന്നെ നിങ്ങൾക്ക് പണം ആവശ്യമുണ്ടോ? എത്ര വേണമെങ്കിലും ഈ സഖ്യോസ് തരും. പക്ഷെ പലിശ അത് കുറച്ച് കൂടുതലാണെന്ന് മാത്രം. നിങ്ങളുടെ കൊള്ള പലിശ അടയ്ക്കാനാവാതെ ഉള്ളതെല്ലാം വിട്ടു പറക്കേണ്ടി വന്നവരുടെ സംഖ്യ ഈ ഗ്രാമത്തിൽ നിരവധിയാണ്. അപ്പോ എല്ലാം അറിയാം. ഈ സത്യാവസ്ഥയെ കുറിച്ച് എല്ലാം അറിയാം. അതിക്രമങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയാവും ദൈവം എന്റെ കാഴ്ച അവസാനിപ്പിച്ചത്. കച്ചവടക്കാരാക്കി പുറത്താക്കിയ വിപ്ലവക്കാരെ മനുഷ്യ ജീവിതങ്ങളെ കാർന്നു തിന്നുന്ന ഈ ചുങ്കക്കാരനെ കാണുന്നില്ലേ? എന്റെ ചാട്ടവാറിന്റെ ഇരുമ്പം അവരുടെ കാവടിനം കേൾപ്പിക്കണേ. ആഡംബര ജീവിതം സ്വപ്നം കണ്ടിരുന്ന എനിക്ക് മനുഷ്യത്വം നഷ്ടമായിരുന്നു. ചെയ്ത പാപങ്ങളും പ്രായശ്ചിത്തം നടത്തി പുതിയൊരു ജീവിതത്തിനായാണ് ഞാൻ ഇവിടേക്ക് വന്നത്. മനസ്സിലായില്ല. സഹജീവികളെ സ്നേഹത്തോടെ കാണാതെ അവരെ ചൂഷണം ചെയ്യാനാണ് ഞാൻ പലപ്പോഴും ശ്രമിച്ചത്. അതിലൂടെ സമ്പന്നനാകാനും ചെയ്തതെല്ലാം തെറ്റുകളാണെന്നുള്ള തിരിച്ചറിവിനായി ഏറെ കാത്തിരിക്കേണ്ടി വന്നു. അവന്റെ വാക്കുകൾ ശ്രമിച്ച കാരണങ്ങൾ രക്ഷകന്റെ സ്പർശിച്ച ഈ വിശുദ്ധമായ കൈകൾ